കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നമ്മളൊരു കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 8 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഓയിലിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതിയേ. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഇതുപോലെ കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. എന്നാലേ നമുക്ക് ബാറ്റർ പെട്ടെന്ന് ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലാതെയും ഈ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണേ. 2-3 വട്ടം നല്ലപോലെ ഒന്ന് ചലിച്ചെടുക്കണേ. എന്നാൽ മാത്രമേ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഒരുപോലെ എല്ലാ ഭാഗവും പൊങ്ങി കിട്ടുള്ളൂ. ഇനി ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വരെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് ഇല്ലാത്തവർക്ക് മിക്സഡ് ജാറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ഒരു 5-6 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. മീഡിയം ടു ഹൈ സ്പീഡിലിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടതായിട്ട്. മുട്ട നല്ലപോലെ പതപ്പിച്ചെടുത്താൽ മാത്രമേ നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായി ഇരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചതിന് ശേഷമാണ് 1 കപ്പ്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് കിട്ടുമ്പോൾ നമുക്ക് 1 കപ്പ് ആയിക്കോളൂ. ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശായിട്ട് ഇട്ടതിന് ശേഷം സ്പാച്ചിൽ വെച്ച് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 3-4 പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഈ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച പാലെടുത്ത് ഒഴിക്കരുത്. ലൈറ്റായിട്ട് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട്. പാൽ ഒഴിച്ചാൽ തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ നമുക്ക് ഉടനെ തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവണാണിത്. ഇതിനകത്തേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. 35 മിനിറ്റ് മാക്സിമം 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഈ ചൂടോടുകൂടി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണ്ട. ചെറുതായി ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായ കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുക്കരുത്. ഒരുപാട് ഫ്രീസറിൽ വെച്ച വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രീം നല്ലപോലെ സ്റ്റിഫായി വരില്ല. ഇത് നമ്മളൊരു 6-7 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ഫ്രീസറിൽ നിന്ന് വിപ്പിംഗ് ക്രീം എടുത്ത് പുറത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണേ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് മുട്ട നല്ലപോലെ പതപ്പിച്ചെടുത്തതിലേക്ക് മൈദമാവും പഞ്ചസാരയും ചേർത്ത് നമുക്ക് കേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ആ കേക്കിന് ചെറിയൊരു മുട്ട പോളൻ്റെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഓവണിൽ മാത്രമേ കേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ വട്ടയുണ്ടല്ലോ, ആ വട്ടയോ അല്ലെങ്കിൽ പോട്ടൊക്കെ വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട് പോലെയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്കതിലും കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്രീം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം നമ്മൾ ഇതിലേക്ക് ഒന്ന് തേച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് 1 പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം കൂടെ. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി, കേക്കിന് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കേക്ക് ഉണ്ടല്ലോ 3 പീസായാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ലെയറിൽ ഇട്ട അതേപോലെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ലെയറിലും ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര കൂടി പൊടിച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്. അധിക മധുരം വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൂടി ഒന്ന് എടുക്കണേ. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നമ്മളൊരു അരമണിക്കൂർ നേരം ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ കേക്കിന് മുകളിലായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്ത കേക്കിലേക്ക് ലൈറ്റ് ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.